അല്ല, അമ്പലമേടിൽ നമുക്ക് നജീബ് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് നേരത്തെ നമ്മുടെ മർഡർ കേസിലൊക്കെ ഉള്ള പ്രതിയാണ്. അതാണ് മെയിൻ മാഡിയിൽ നമ്മൾ നേരത്തെ ബസ്റ്റ് ചെയ്തത്. അതിലാണ് കേരളത്തിൽ ഏകദേശം 3 ജില്ലകളിൽ നമുക്ക് കേസ് എടുത്തിട്ടുള്ളതാണ്. അപ്പം അതിനുடைய ഭാഗമായിട്ട് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇതുപോലെ തന്നെ കുറേ കൂടെ ഏജൻറ്റുമാരുണ്ട്. ഇതോട് ഇൻഡിപെൻഡൻ്റായിട്ട് അവർ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാർ തുടങ്ങി ഇങ്ങനെ നടത്തുന്നുണ്ട്. അതനുസരിച്ചാണ് നമുക്കിവിടെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ദിൽബിന് ഒരാളെ ഇതിനിടെ നമുക്ക് അറസ്റ്റ് ചെയ്തു. പുള്ളി സ്പാ നടത്തக்கூடிய ആളാണ്. സ്പാൽ വരക്കൂടിയ ആൾക്കാർ ഇവരെങ്ങനെ കുറേ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫർ ക്യാഷ് പേയ്മെൻറ്റിൽ മോട്ടിവേറ്റ് ചെയ്ത് കുറേ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്കത് അന്വേഷിച്ച് ഡീപ്പായിട്ട് പോകുമ്പോൾ കുറേ കൂടി ഇൻഫർമേഷൻ വരുന്നുണ്ട്. അതനുസരിച്ച് നമുക്കതൊരു ഡീപ്പായിട്ട് ആ നെറ്റ്വർക്ക് മുഴുവതും ഡിസ്റ്റർബ് ചെയ്യാൻ. അതെ, അതാണ് ആ പുള്ളി ചെയ്തിട്ടുള്ളത്. അവിടെ വരக்கூடிய ആൾക്കാരെ പൈസയുള്ള ആൾക്കാരെ ഈ ഐഡൻറ്റിഫൈ എന്തെങ്കിലും അങ്ങനെ ഫൈനാൻഷ്യലായിട്ട് വീക്കായിട്ടുള്ള ആൾക്കാരുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അവരുടെ ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഇതൊരു ഓർഗനൈസ്ഡ് ഒരു ആർഗൻ ട്രേഡ് ആയിട്ടാണ് ചില ആൾക്കാർ തുടങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് ലീഗലായിട്ട് ഒരിക്കലും സ്പെഷ്യൽ ആക്ട് തന്നെ ഉണ്ട്, ടോട്ടാന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ അതിൽ ഒരുപാട് റെസ്ട്രിക്ഷനും ഒരു റെഗുലേഷനും ഉണ്ട്. ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. ഇത് കമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷനും പിന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനും ഒരു ആംഗിളിലാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത 4 കേസ് അനുസരിച്ചിട്ട് പിന്നെ ഫർദറായിട്ട് കേസുകൾ എടുക്കേണ്ടി വരും. അതനുസരിച്ച് മുൻകൂട്ടി പോകും. അല്ല, അതൊക്കെ അന്വേഷണത്തിന് ഭാഗമാണ്. നജീബിയുടെ ബന്ധമുള്ള ആൾക്കാരുമുണ്ട്, അതല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരും വന്നിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് നമുക്ക് ആലപ്പുഴയിലെ മറ്റൊരു സ്ഥലത്തിലൊക്കെ കോടതിയിലെ സെർച്ച് വാറൻറ്റൊക്കെ എടുത്ത് സെർച്ച് ചെയ്തതാണ്. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയിട്ടുള്ളത്. ആ നെറ്റ്വർക്ക് എന്തൊക്കെ ഉണ്ടോ ശക്തമായിട്ട് നടപടികളുണ്ട്. ഫിനാൻഷ്യലി ഏകദേശം ഒരു കച്ചവടം എങ്ങനെയെങ്കിലും ഒരു 18 മുതൽ 20 ലക്ഷമാണ് ഇവർ ഏജൻറ്റുമാർ റെസിപ്പിയൻ്റ് കൊണ്ടോടെ എടുക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടുള്ളവരും. അതിൽ ഏകദേശം ഡോണർക്ക് ഒരു 10 ലക്ഷം വരെ പോകുന്നുണ്ട്. ബാക്കി ഇടയ്ക്കുള്ള മറ്റു പ്രോസസ്സും പിന്നെ ഒരു ഏജൻറ്റ് കൊണ്ടുവന്നാൽ അവനക്ക് 1 ലക്ഷം, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നെറ്റ്വർക്കായിട്ടാണ് കഴിച്ചിട്ടുള്ളത്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാതാണ്. ഒരു ഏകദേശം 3000-ലധികം ആൾക്കാർ ടാർഗറ്റായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലീഗൽ കേന്ദ്രീകരിച്ചിട്ട് ചെയ്യാൻ ഉള്ളതുള്ളൂ. പിന്നെ ഇതൊരു കമേഴ്ഷ്യലായിട്ടത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കംപ്ലീറ്റ്ലി ഇല്ലീഗൽ. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആംഗിളുണ്ട്. അല്ല, അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് ഏജൻറ്റുമാരും അതിൻ്റെ കിങ് പിന്നും കുറേ നേരത്തെ ക്രിമിനൽസ് തന്നെ ഇതേ ഒരു ട്രേഡായിട്ട് തുടങ്ങിയിട്ടുള്ളത് തന്നെ വളരെ ഡിസ്റ്റർബ് ആയിട്ടുള്ള ട്രെൻഡ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ടല്ലോ. ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെക്ഷൻ വിൽ ബി അട്രാക്റ്റിംഗ്. ലീഗൽ ഒപ്പീനിയൻ നമുക്കത് എടുത്തത് അത് നിയർ ഒരാളെ പറഞ്ഞിട്ട് ഇൻഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആർഗനൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി നേരത്തെ നമുക്കറിയാം. പിന്നെ ഇവിടെ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇറാനിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കേസ് പിന്നെ സ്റ്റേറ്റ് തലത്തിൽ പിന്നെ NIA കൊടുത്ത് NIA ചാർജ് ഷീറ്റ് ചെയ്തിട്ടുള്ള കേസുകളാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രഷർ കൊടുത്തെങ്കിൽ വേറെ എന്തെങ്കിലും മേഖല നോക്കും. പിന്നെ ഇതൊരു ലൈക്ക് ഒരു ശക്തമായിട്ട് ഇടപെടാൻ വേണ്ടിയുള്ളതാണ്. പോലീസ് അത് കൃത്യമായിട്ട് പോകുന്നത്. അത് എല്ലാ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടേ വരും.